ഹലോ, വെൽക്കം ടു ഇല്യൂഷൻസ്. മൗഫ്ലാങ് സേക്രഡ് ഫോറസ്റ്റിലെ മേഘാലയയിലെ മൗഫ്ലാങ് സേക്രഡ് ഫോറസ്റ്റിലേക്കുള്ളൊരു യാത്രയാണ്. ഞാൻ നേരത്തെ കണ്ടില്ല, ഞങ്ങൾ ശരിക്കുള്ള എൻട്രൻസ് അല്ലാതെ ബാക്കിലത്തെ ഒരു സൈഡിൽ കൂടിയാണ് വന്ന്. സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് പ്രിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയാം. കുറച്ച് വലിയ ഒരു ഏരിയ ഉണ്ട് ഈ പ്രിസർവ്ഡ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ഒരു ഫുട്പാത്ത് പോലെ ഉണ്ടാക്കിയ ദൂരം വരെയാണ് നമുക്ക് നടന്ന് പോകാനാവുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് നടന്നു പോകാനായിട്ടുള്ള അനുവാദമില്ല. ഇത് പലയിടത്തും കാട് വെട്ടിത്തെളിച്ചിട്ട് ഉള്ളത് കൊണ്ട് ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് മൗഫ്ലാങ് എന്ന് പറഞ്ഞ സീക്രട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ ആദ്യം കാണുന്ന ഒരു സ്പോട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇതൊരു മോണോലിത്ത് മോണ്യുമെൻറ്റ് ടൈപ്പ് സ്റ്റോൺ സ്ട്രക്ചറാണ്. ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്, ഖാസി ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. I have come here with some people. They are the research scholars from NEU, Northeastern Hill University. വെരി വിൻഡി. ഇവിടെ നല്ല കാറ്റാണ്. പിന്നെ ആ സ്റ്റെപ്പ് കയറി ഈ ഇൻസ്റ്റലേഷൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ അവിടെ കാണാം. 2021 ഈ ഇൻസ്റ്റലേഷൻ്റെ അവിടേക്കുള്ള ഈ റൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ഒറിജിനൽ റോക്ക് മോണോലിത്ത് സ്ട്രക്ചേഴ്സൊക്കെ കാണാം. കൂടാതെ ഇങ്ങനെയുള്ള വാട്ടർ റിസോഴ്സസും ഉറവയെടുക്കുന്ന ഒരു കാണാം. പൂർവ്വമായിട്ട് ചില ചെറിയ ഭാഗങ്ങൾ ഈ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മൗഫ്ലാങ് സേക്രഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞത് റിസർവ് ഫോറസ്റ്റ്. Mawphlang C&RT block washing places. They are putting some kind of washing places here and there wherever water can come and get stored, and some such installations also, monolith stones. The flower will stay, no? Okay, this is the flower, rhododendron, that's the name. It says very rare vegetation here, but this flower is very much living. ഇത് ഈ ഫ്ലവർ നേപ്പാൾസ് നാഷണൽ ഫ്ലവർ. ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എ ട്രീ. ഇതൊരു മരമായി മാറും. അതിൻ്റെ നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്റ്റെംസ് ആണ് അതിനുള്ളത് അല്ലേ, തണ്ടുകൾ. മാവിൻ്റെ എല്ലാം മാതിരിയുള്ള ഒരു മരം. പക്ഷേ ലീവ്സൊക്കെ ചുവന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് മാവിൻ്റെ അല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് എ മാംഗോ ട്രീ, ബട്ട് ഇറ്റ്സ് നോട്ട്. This one, okay. Rhododendron, state flower of Washington also. Nagaland. State flower of Nagaland. Nepal also, national flower of Nepal. It is a very woody species with various colors it can come. The only flower that we see here, this is only this, no? But there was another small yellow grass flower also. Yeah. Mawphlang entry area, parking area. Here they have this kind of hut for stay. Here where they have written Mawphlang Sacred Forest. I didn't see this earlier. ഞാൻ നേരത്തെ കണ്ടില്ല. ഞങ്ങൾ ശരിക്കുള്ള എൻട്രൻസ് അല്ലാതെ ബാക്കിലത്തെ ഒരു സൈഡിൽ കൂടിയാണ് വന്ന്. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത്. Tea shop here. We are heading towards the forest to enter. This side we can see many local village children playing football. Okay. So a very good afternoon to all. This is our guide. എല്ലാവർക്കും ഒരു ഗൈഡും കൂടിയിട്ടേ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഒരു 30-40 മിനിറ്റ്സ് വാക്കാണ് ഫോറസ്റ്റിനകത്തേക്ക്. അവിടേക്ക് എൻട്രി ചെയ്യുന്നതിൻ്റെ അവിടെ ഈ
മോണോലിത്ത് സ്റ്റോൺസ്. ഈ 3 സ്റ്റോൺസും ഈ പരന്നിരിക്കുന്ന സ്റ്റോണും മേഘാലയയിലെ മാട്രിലിനിയുടെ സിമ്പിളാണെന്നാണ് അവർ പറയുന്നത്. The forest entrance, Mawphlong Sacred Forest. The guide has explained why they call it as sacred forest, etc. There are some deities and they used to perform some worship, with bull. But now they don't do. They only do little away somewhere there with cock. കോഴിയാണ് ബലി കൊടുക്കുന്നത്, ബുള്ളിനെ ഇല്ല, കാളകളെ ഇല്ല. അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രധാനമായി കാണിച്ചിരുന്നത് ഒരു രുദ്രാക്ഷത്തിൻ്റെ മരമാണ്. രുദ്രാക്ഷം വിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത്. ഇവിടെ രുദ്രാക്ഷ മരത്തിൻ്റെ മരങ്ങളുണ്ടെന്നാണ് അയാൾ പറയുന്നത്. കൂടാതെ 51 ശക്തി സ്ഥലങ്ങളിൽ ശിവപാർവതികളുടെ കഥയിൽ ഇത് അങ്ങനെയുള്ളൊരു സ്പോട്ടായിരുന്നു എന്നും പറയുന്നു. ഗൈഡ് ഒരുപാട് വിശ്വാസകഥകളെക്കുറിച്ച് പറഞ്ഞെങ്കിലും വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അവിടെ. ഇവിടെ ഈ വീണ് കിടക്കുന്ന മരത്തിന് പിറകിലാണ് ഒരു വർഷിപ്പ് സ്പോട്ട് ഉള്ളത്. ആ ഭാഗത്ത് ചിത്രങ്ങളും ഫോട്ടോയും അലൗഡ് അല്ല എന്നാണ് ഗൈഡ് പറയുന്നത്. എന്നാൽ പിന്നെ ഈ പ്രത്യേക മരത്തിൻ്റെ അവിടെ എത്തിയാൽ അവിടെ വെച്ച് എല്ലാവർക്കും ഫോട്ടോ ഈ ഗൈഡ് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഫോറസ്റ്റ് വളരെ തിക്ക് ഫോറസ്റ്റ് അല്ലെങ്കിലും പഴയ കുറേ വർഷങ്ങളോളമുള്ള ഒരു മരങ്ങളെല്ലാം അവിടെ ഉണ്ട്. ചിലത് വീണി. ഈ സ്ഥലം ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവിംഗ് ആണ്. ഓൾമോസ്റ്റ് 1 hour drive from Shillong. See you next time with another trip. Bye.